നമസ്കാരം. ഞാൻ മോഹനകൃഷ്ണൻ കളത്തിൽ. എൻ്റെ ലോകവും കാഴ്ചകളും നിങ്ങളിലായിട്ട് പങ്കുവയ്ക്കട്ടെ. ഇന്ന് രാവിലെ പാൽ സൊസൈറ്റിയിൽ പാല് മേടിക്കാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ ചെറുപ്പകാലത്തെ, അതായത് ഞാൻ ജനിച്ചു വളർന്ന വയനാട് അമ്പലവേൽ നെല്ലാർച്ചാൽ ഗ്രാമത്തിലെ ഒരു കഥ ഓർമ്മ വരുന്നു. അതായത് നെല്ലാർച്ചാലിലെ പഴയ ഒരു കച്ചവടക്കാരനായിരുന്നു മുഹമ്മക്ക. അതേപോലെ തന്നെ അവിടുത്തെ ഒരു നല്ലൊരു കൃഷിക്കാരനും നല്ലൊരു ക്ഷീര കർഷകനായിരുന്നു രാഘവേട്ടൻ. ഇവർ തമ്മിലുള്ള ആത്മബന്ധത്തെപ്പറ്റി നെല്ലാർച്ചാൽ ഞങ്ങൾ അങ്ങാടിയിൽ പറയുന്നൊരു തമാശകളുണ്ട്. അത് വേറൊന്നുമല്ല, ഈ പറഞ്ഞ രാഘവേട്ടൻ നല്ല പാല് കറവുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാൽ ഒരിക്കലും സൊസൈറ്റിയിൽ കൊടുക്കാറില്ല. വേറെ ഒന്നുമല്ല, സൊസൈറ്റി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അയാൾക്ക്. പക്ഷേ അയാളെ പാൽ ഒരിക്കലും സൊസൈറ്റിയിൽ അവരെടുക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. അതിൽ റീഡിങ് നോക്കുമ്പോൾ അതിൽ കൊഴുപ്പ് കുറവാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സൊസൈറ്റിക്കാർ പറഞ്ഞു ഈ പാലെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ രാഘവേട്ടൻ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നു. പക്ഷെ നാട്ടുകാർ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ രാഘവേട്ടൻ്റെ വീട്ടിലെ പശുവിൻ്റെ പാലിന് കൊഴുപ്പ് കുറവായിട്ടല്ല, രാഘവേട്ടൻ്റെ വീട്ടിലെ കേറ്റിലെ വെള്ളത്തിന് കൊഴുപ്പില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത്രമാത്രം വെള്ളം ചേർക്കുന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. പക്ഷേ ഈ പാല് ഈ പറഞ്ഞ മുഹമ്മക്കൻ്റെ കച്ചവടം നിർത്തുന്നു പറഞ്ഞ് ഞങ്ങളുടെ കാരാപ്പുഴ ഡാം വരുന്നത് വരെ അവിടെ കച്ചവടം ചെയ്തിരുന്നു. ആ കച്ചവടത്തിന് സ്ഥിരമായിട്ട് ഈ രാഘവേട്ടനാണ് പാൽ കൊടുത്തിരുന്നത്. അത് അവർ തമ്മിലുള്ള എന്താണ് ബന്ധത്തെപ്പറ്റി തമാശയ്ക്കോ കാര്യത്തിനോ അവിടെ പറയുന്നൊരു കാരണങ്ങളുണ്ട്. വേറെ ഒന്നുമല്ല, അതായത് രാവിലെ 4 മണിയാകുമ്പോഴേക്കും മുഹമ്മക്ക കട തുറക്കും. കട തുറന്ന് വെള്ളമൊക്കെ ചൂടാക്കാൻ വയ്ക്കുമ്പോഴേക്ക് ഏകദേശം 5 മണിക്ക് മുമ്പ് തന്നെ നമ്മളെ ഈ പറഞ്ഞ രാഘവേട്ടൻ പാലുമായിട്ട് അവിടെ എത്തും. സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ്. ഈ പാല് കൊടുക്കണം. ഒരു ദിവസം രാവിലെ പാൽ കൊടുക്കാൻ നേരത്തെ ആണെങ്കിൽ രാഘവേട്ടനാണെങ്കിൽ കാലിൻ്റെ അടിയിൽ ആണി മുളാന്നൊക്കെ പറയില്ല, അതുള്ളതുകൊണ്ട് മെല്ലെ പതുങ്ങിയാണ് ചെന്ന് നോക്കുമ്പോൾ ഈ മുഹമ്മക്ക കാണിക്കുന്ന രംഗം കാണും. മുഹമ്മക്ക എന്താ കാണിക്കുന്നത് വെച്ചാൽ എന്തറിയോ, തലേ ദിവസം പുട്ട് കുറേ ബാക്കിയായി. ഇതിപ്പോൾ എന്താ ചെയ്യുക, കളയാൻ പറ്റുമോ, ചെറിയ കച്ചവടമല്ലേ. അദ്ദേഹം ഒന്നും കൂടി പരിശ്രമിച്ച് ഒന്നുകൂടി ആവി കയറ്റാൻ വേണ്ടിയിട്ട് അത് പുട്ടും കുറ്റി ഇങ്ങനെ തള്ളി കയറ്റിയും കൊണ്ടിരിക്കുക. ഇത് കയറുന്നില്ല. ആ സമയത്താണ് പുറകിൽ കൂടി ചെന്ന് ഇയാൾ ഇങ്ങനെ നോക്കുന്നത് രാഘവേട്ടൻ. ഇത് കണ്ടാണ് ഇന്നലെ മുഹമ്മക്ക ചോദിച്ചു, എടാ രാഘവയ്യ ഇത് കണ്ടോ, മനുഷ്യനോടൊന്നും പറയല്ലടാ, എനിക്ക് നാണക്കട കേട്ടോന്ന്. അപ്പം ഇയാൾ തമാശയ്ക്ക് രാഘവേട്ടൻ പറഞ്ഞു, ഞാൻ പറയൊന്നുമില്ല എന്നൊരു ചിരിച്ചു. പക്ഷെ ആ ചിരിയുടെ അർത്ഥം കുറേ കാലങ്ങളോളം നമ്മളെ മുഹമ്മക്ക അനുഭവിക്കേണ്ടത് വേറെ ഒന്നുമല്ല. രാഘവേട്ടൻ പാലിൽ ഒന്നും കൂടി വെള്ളം കൂടുതൽ കൂട്ടാൻ തുടങ്ങി. അങ്ങനെ കൊടുക്കും. ആ പാല് മേടിച്ചിട്ട് നമ്മളെ മുഹമ്മക്ക ചായ ഉണ്ടാക്കി നാട്ടുകാർക്ക് കൊടുക്കും. ഇവർ തമ്മിലുള്ള ബന്ധം ഇതായിരുന്നു. ഇത് ആരോടും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. രാഘവേട്ടന് മുഹമ്മക്കൻ്റെ കാര്യം മുഹമ്മക്ക രാഘവേട്ടനൊക്കെ തമ്മിൽ അറിയാം. പക്ഷെ ആരും അങ്ങോട്ടും പറയാതെ വളരെ സൗഹൃദത്തോടു കൂടിയിട്ട് കാരാപ്പുഴ ഡാം ഒന്ന് ഒഴിയുന്നവരെ അവിടെ തന്നെ അവർ രണ്ടുപേരുണ്ടായിരുന്നു. ഇതാണ് ഇന്ന് രാവിലെ എനിക്ക് സൊസൈറ്റിയിൽ പാല് മേടിക്കുന്നതെന്ന് ഓർമ്മ വന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഓർമ്മകൾ, എൻ്റെ ലോകവും കാഴ്ചകളും എന്ന ഇതിൽ കൂടി നിങ്ങളെ പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.